السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين وبه نستعين وأشهد أن لا إله إلا الله وحده لا شريك له ولي الصالحين وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن سن بسنته إلى يوم الدين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما وأصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം വളരെ ചുരുങ്ങിയ രൂപത്തിൽ വിവരിക്കുന്ന അൽ ഉർജൂസത്തുൽ മീഇയ്യ ഫി ദിക്രി ഹാലി അഷ്റഫിൽ ബരിയ്യ എന്ന പേരിലുള്ള മഹാനായ പണ്ഡിതൻ ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ലാഹ് രചിച്ചിട്ടുള്ള മനോഹരമായ കവിതയാണ് നമ്മൾ വിശദീകരിച്ചു വരുന്നത്. അതിൽ കഴിഞ്ഞ മജ്ലിസിൽ സീറ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില ആമുഖങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഈ കവിതയുടെ ആദ്യത്തെ 2 വരികൾ ഹംദും സലാത്തും കൊണ്ട് തുടങ്ങുന്ന 2 വരികൾ വായിച്ച് വിശദീകരിക്കുകയും ചെയ്തു. നമ്മൾ കഴിഞ്ഞ ദർസിൽ അവസാനമായി പറഞ്ഞ് നിർത്തിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരും അവിടുത്തെ കുടുംബ പരമ്പരയും വായിച്ചുകൊണ്ടാണ്. അതിനുശേഷം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞ ഒരു വാചകം നമ്മൾ പറഞ്ഞു. അദ്നാൻ വരെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ പരമ്പരയിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. എന്നാൽ അതിനുശേഷമുള്ള കുടുംബ പരമ്പരയുടെ കാര്യത്തിൽ ചരിത്ര പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ അദ്നാൻ വരെയുള്ളത് സ്ഥിരപ്പെട്ടതാണ്. അത് അഭിപ്രായ വ്യത്യാസം അതിലില്ല. എന്നാൽ അഭിപ്രായ ഭിന്നതയില്ലാത്ത ഒരു വിഷയമാണ് അദ്നാൻ ആരാണ്? ഇസ്മായിൽ അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ സന്താന പരമ്പരയിൽ വരുന്ന ഒരാളാണ് അദ്നാൻ എന്ന കാര്യത്തിലും തർക്കമില്ല. ഇസ്മായിൽ ആരാണ്? അലൈഹിസ്സലാം. ഖലീലുർ റഹ്മാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ മകനാണ് ഇസ്മായിൽ. ആ സന്താന പരമ്പരയിൽ വരുന്ന ഒരാളാണ്, പിൽക്കാലത്ത് വന്ന ഒരാളാണ് അദ്നാൻ. ആ അദ്നാനിന്റെ പരമ്പരയിൽ പിന്നീട് വന്ന ബനു ഹാഷിമിൽ നിന്ന് അള്ളാഹു തിരഞ്ഞെടുത്ത വ്യക്തിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കുടുംബ പരമ്പര അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുത്തതാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഹദീസ് നമ്മൾ കഴിഞ്ഞ ദർസിൽ വായിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഇസ്തഫാ കിനാനത മിൻ വലദി ഇസ്മാഈൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്മാഈൽ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ സന്താന പരമ്പരയിൽ നിന്ന് കിനാനയെ തിരഞ്ഞെടുത്തു. വസ്തഫാ ഖുറൈശൻ മിൻ കിനാന, കിനാനയിൽ നിന്ന് ഖുറൈശിനെ അല്ലാഹു തിരഞ്ഞെടുത്തു. വസ്തഫാ മിൻ ഖുറൈശിൻ ബനി ഹാഷിം, ഖുറൈശിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ബനു ഹാഷിമിനെ തിരഞ്ഞെടുത്തു. വസ്തഫാനി മിൻ ബനി ഹാഷിം, ആ ബനു ഹാഷിമിൽ നിന്നാണ് അല്ലാഹു എന്നെ തിരഞ്ഞെടുത്തത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സഹീഹ് മുസ്ലിമിൽ ഹദീസ് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അദ്നാൻ വരെ എത്തുന്ന പിതാമഹന്മാരിൽ ഒരാളാണ് ഫിഹിർ. ആ ഫിഹിറിന്റെ മറ്റൊരു പേരാണ് ഖുറൈശ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ പരമ്പര, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കുടുംബ പരമ്പര. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം കാഫിറായിരുന്ന സമയത്ത്, ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ഹിറഖൽ എന്ന നസ്രാനിയായ രാജാവിന്റെ മുന്നിൽ വെച്ച് അയാളുടെ ചോദ്യത്തിന് സത്യസന്ധമായി മറുപടി നൽകുന്ന ഒരു ചരിത്രമുണ്ട്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചോദിക്കപ്പെട്ടു, പല കാര്യങ്ങളും ചോദിക്കപ്പെട്ടു. ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തെക്കുറിച്ച്, കുടുംബ പരമ്പരയെക്കുറിച്ച് ചോദിക്കപ്പെട്ടു. അതേ കുടുംബ പരമ്പരയിലാണ് ആര്? അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു.
അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ആ സമയത്ത് ഹിറഖലിന് നൽകുന്ന മറുപടി എന്താണ്? ഹുവ മിന്നാ ദൂ നസബിൻ, അദ്ദേഹം നമ്മുടെ കൂട്ടത്തിൽ വളരെ മഹത്വമുള്ള കുടുംബ പരമ്പരയുള്ള വ്യക്തിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് കാണുവാൻ സാധിക്കും. ഈ ഒരു കവിതയിൽ ഇബ്നു അബിൽ ഇസ് റഹിമഹുല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തിൽ അതിനെ പ്രധാനമായും രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഒന്ന് മക്കിയായ കാലഘട്ടത്തിൽ സംഭവിച്ച കാര്യങ്ങളും മറ്റൊന്ന് മദനിയായ കാലഘട്ടത്തിൽ സംഭവിച്ച കാര്യങ്ങളും. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മക്കിയായ കാലഘട്ടത്തിൽ സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ ഹിജറക്ക് മുമ്പ് സംഭവിച്ച കാര്യങ്ങൾ, ഹിജറക്ക് ശേഷം സംഭവിച്ച കാര്യങ്ങൾക്കാണ് മദനി എന്ന് പറയുന്നത്. ഈ മക്കിയായ കാലഘട്ടത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഈ കവിതയിൽ ആദ്യം പറയുന്നത്. അതിൽ തന്നെ നുബുവത്തിന് മുമ്പുള്ള കാര്യങ്ങളും നുബുവത്തിന് ശേഷമുള്ള കാര്യങ്ങളുമുണ്ട്. നുബുവത്ത് കിട്ടുന്നത് 40-ാം വയസ്സിലാണ്. അതിനു മുമ്പുള്ള ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത്. നുബുവത്തിന് മുമ്പുള്ള 11ഓളം കാര്യങ്ങൾ ആദ്യത്തെ ചില വരികളിൽ അദ്ദേഹം ഈ കവിതയിൽ കൊണ്ടുവരുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അദ്ദേഹം പറയുന്നു, ഈ കവിതയുടെ മൂന്നാമത്തെ വരിയാണ്, 3 മുതലുള്ള വരികളാണ് ഞാൻ വായിക്കുന്നത്. മൗലിദുഹു ഫി ആശിരിൽ ഫദീലി റബീഇനിൽ അവ്വലി ആമൽ ഫീലി ലകിന്നമൽ മശ്ഹൂറു ثاني عشره في يوم الاثنين طلوع فجره ووافق ال20 من نيسان وقبله حين أبيه حان. ഈ വായിച്ച 3 വരികളിൽ അദ്ദേഹം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ട മൗലിദുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പൊതുവെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ പറയുന്ന ഗ്രന്ഥങ്ങൾ ആരംഭിക്കാറുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം പറഞ്ഞുകൊണ്ട് തന്നെയാണ്. ആ ഒരു ശൈലി തന്നെയാണ് ഈ കവിതയിലും അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. അദ്ദേഹം പറയുന്നു, മൗലിദുഹു ഫി ആശിരിൽ ഫദീലി റബീഇനിൽ അവ്വലി ആമൽ ഫീലി. മൗലിദുഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം ഫി ആശിരിൽ ഫദീലി റബീഇനിൽ അവ്വലി, റബീഉൽ അവ്വൽ മാസത്തിലെ 10ാമത്തെ ദിവസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചിട്ടുള്ളത്. ആമൽ ഫീൽ, ആനക്കലഹ വർഷത്തിലെ റബീഉൽ അവ്വൽ മാസത്തിലെ 10ാമത്തെ ദിവസം. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. അതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. അത് സഹാബിമാരിൽ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ്, ജാബിർ റളിയല്ലാഹു അൻഹുമ, ഈ 2 സഹാബികളിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വൽ മാസത്തിലാണ് എന്നുള്ളത്. ആ മാസത്തിലെ 10ാമത്തെ ദിവസത്തിലാണ് അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എന്നാണ് ഈ കവിതയിൽ ഇബ്നു അബിൽ ഇസ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അഭിപ്രായമായി, അദ്ദേഹം പ്രബലമായി കാണുന്ന അഭിപ്രായമായി ആദ്യം പറഞ്ഞത് ഏതാണ്? 10ാമത്തെ ദിവസം എന്നുള്ളതാണ്. വേറെയും അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ആമൽ ഫീൽ, ആനക്കലഹ വർഷത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത്. ആനക്കലഹ വർഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അബ്രഹ എന്ന ഹബശിയായ അബ്സീനിയക്കാരനായ രാജാവ് കഅബ തകർക്കാൻ വന്ന ആ ഒരു സംഭവം, ആനപ്പടയുമായിട്ടാണ് വന്നത്. അതുകൊണ്ടാണ് ആമുൽ ഫീൽ എന്ന് ആ ഒരു വർഷം അറിയപ്പെടുന്നത്. ഇത് അറബികളുടെ ഒരു ശൈലിയാണ്, അല്ലെങ്കിൽ ഒരു പൊതുവെയുള്ള ഒരു രീതിയാണ്. അവർ വർഷം കണക്കാക്കിയിരുന്നത് ആ വർഷത്തിൽ സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് ചേർത്തിക്കൊണ്ടാണ്. ആമുൽ ഫീൽ, ആമുൽ ഹുസ്ൻ, ആമുൽ വുഫൂദ്, ആമുൽ ഖഹ്ത് എന്ന രീതിയിൽ ആ വർഷത്തിൽ സംഭവിച്ച പ്രധാന സംഭവം എന്താണോ അതിലേക്ക് ചേർത്തിക്കൊണ്ടാണ് ആ വർഷത്തെ പറയുക. അപ്പോ ആമുൽ ഫീലിൽ, ആനക്കലഹ സംഭവം നടന്ന ആ വർഷത്തിൽ റബീഉൽ അവ്വൽ മാസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത്. ഇത് ഇബ്നു അബ്ബാസ്, ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുമ എന്നീ 2 സഹാബികളിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അവർ പറയുന്നു, വുലിദൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ആമൽ ഫീൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്
ആനക്കലഹ വർഷത്തിലാണ്. അതുപോലെ തന്നെ മറ്റൊരു സഹാബി ഖൈസ് ഇബ്നു മഖ്റമ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, വുലിദ്തു അന വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമൽ ഫീൽ ഫനഹ്നു ലിദതാൻ. ഞാനും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ജനിച്ചത് ആമുൽ ഫീലിലാണ്, ആനക്കലഹ വർഷത്തിലാണ്. നമ്മൾ രണ്ടുപേരും ലിദതാൻ. ലിദത്ത് എന്ന് പറഞ്ഞാൽ ഒരേ സമയം ജനിക്കുന്ന രണ്ടു പേർക്ക് പറയുന്ന വാക്കാണ് ലിദത്ത്. ശരി, ആനക്കലഹ വർഷത്തിൽ ആ സംഭവം, അബ്രഹത്തിനെ അള്ളാഹു നശിപ്പിച്ച ആ സംഭവം കഴിഞ്ഞ് എത്ര ദിവസങ്ങൾക്ക് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്? പറയപ്പെടുന്നത് അല്ലാഹു ആലം 50 ദിവസങ്ങൾക്ക് ശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എന്നാണ്. ഇത് ഇമാം ഇബ്നുൽ കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ ബിദായ വൻ നിഹായ എന്ന പ്രസിദ്ധമായ കിതാബിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇബ്നു അബുൽ ഇസ് റഹിമഹുല്ലാഹ് പറയുന്നു, ലാകിന്നമൽ മഷ്ഹൂറു സാനി അശ്രിഹി, എന്നാൽ പ്രസിദ്ധമായിട്ടുള്ള അഭിപ്രായം സാനി അശ്രിഹി, റബീഉൽ അവ്വൽ 12-നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം റബീഉൽ അവ്വൽ മാസത്തിലെ ഏത് ദിവസത്തിലാണ് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഖിലാഫുണ്ട്, അഭിപ്രായ ഭിന്നതകളുണ്ട് എന്നതിലേക്കാണ് അദ്ദേഹം ഈ വരിയിലൂടെ സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ അടുക്കൽ പ്രബലമായ അഭിപ്രായം 10 എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നു, എന്നാൽ പൊതുവെ പ്രസിദ്ധമായ അഭിപ്രായം ഏതാണ്? റബീഉൽ അവ്വലിലെ 12-നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എന്നതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ മാസത്തിൽ ഏത് ദിവസത്തിലാണ് ജനിച്ചത് എന്ന കാര്യത്തിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട്. 2 അഭിപ്രായങ്ങൾ ഈ കവിതയുടെ വരികളിൽ തന്നെ അദ്ദേഹം സൂചിപ്പിച്ചു. 10 എന്നും 12 എന്നുള്ള 2 അഭിപ്രായങ്ങൾ പറഞ്ഞു. അതല്ലാത്ത മറ്റ് അഭിപ്രായങ്ങൾ കാണാം, റബീഉൽ അവ്വൽ 2-നാണ്, അല്ല 8-നാണ്, 9-നാണ്. ഇങ്ങനെ അഭിപ്രായങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ശൈഖ് അൽ അൽബാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, വഫി ശഹ്രിഹി അഖ്വാലുൻ ദക്കറഹ ഇബ്നു കസീർ ഫിൽ അസ്ൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വൽ മാസത്തിൽ ഏത് ദിവസത്തിലാണ് എന്ന കാര്യത്തിൽ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. അതെല്ലാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ ബിദായ വൻ നിഹായ എന്ന കിതാബിൽ ആ അഭിപ്രായങ്ങളെല്ലാം കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ വകുല്ലുഹാ മുഅല്ലഖത്തുൻ യുംകിനു അൻ-നദറു ഫീഹാ വവസ്നുഹാ ബിമീസാനി ഇൽമി മുസ്തലഹിൽ ഹദീസ്. ആ അഭിപ്രായങ്ങളെല്ലാം തന്നെ പ്രത്യേകം സനദോടുകൂടി വരാത്ത നിലക്കുള്ള അഭിപ്രായങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതെല്ലാം പരിശോധനക്ക് വിധേയമാക്കപ്പെടേണ്ട അഭിപ്രായങ്ങളുമാണ്. എന്നാൽ അതിലൊരഭിപ്രായം ഒഴികെ റബീഉൽ അവ്വൽ മാസത്തിലെ 8-ാമത്തെ ദിവസത്തിലാണ് അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എന്ന അഭിപ്രായം, അത് ഈ പറഞ്ഞതിൽ നിന്നും മാറ്റി നിർത്തേണ്ട അഭിപ്രായമാണ്. കാരണം അത് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ഫഇന്നഹു റവാഹു മാലികുൻ വഗൈറുഹു ബിസ്സനദി സ്വഹീഹ് അൻ മുഹമ്മദ് ഇബ്നു ജുബൈർ ഇബ്നു മുത്ഇം. മുഹമ്മദ് ഇബ്നു ജുബൈർ ഇബ്നു മുത്ഇം എന്ന താബിഈ, അദ്ദേഹത്തിന്റെ റിവായത്തായി ഇമാം മാലിക് റഹിമഹുല്ലാഹ് സഹീഹായ സനദോടുകൂടി ഉദ്ധരിക്കുന്നത് കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വൽ 8-നാണ് എന്ന അഭിപ്രായം. വലഅല്ലഹു ലിദാലിക സഹഹ ഹാദൽ ഖൗൽ അസ്ഹാബു താരീഖ് വഅതമദൂഹു. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാരൊക്കെ ഈ ഒരു അഭിപ്രായം അവലംബിച്ച് അതാണ് ശരിയായ അഭിപ്രായം എന്ന് പറഞ്ഞത്. ഈ റിവായത്ത്, ഈ ഒരു സനദ് ഉള്ളത് കൊണ്ടായേക്കാം എന്ന് അദ്ദേഹം പറയണം. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വൽ ജുംഹൂറു അലാ അന്നഹു ഫി الثاني عشر മിൻഹു വല്ലാഹു അലം. എന്നാൽ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം എന്താണ്? റബീഉൽ അവ്വൽ 12-നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എന്നാണ്. ആ അഭിപ്രായത്തിനും ബലം നൽകുന്ന ചില ഉദ്ധരണികൾ വന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇബ്നു അബ്ബാസ്, ജാബിർ റളിയല്ലാഹു അൻഹുമ എന്നീ 2 സഹാബികളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടു വന്നിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വൽ 12-നാണ് എന്നത്. എന്നാൽ ഈ ഉദ്ധരണിയുടെ കാര്യത്തിൽ, അതിന്റെ സ്വീകാര്യതയുടെ വിഷയത്തിൽ ചർച്ചയുണ്ട്. പക്ഷെ പല പണ്ഡിതന്മാരും അത് സഹീഹാണ് എന്ന അഭിപ്രായക്കാരാണ്. അഥവാ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായത്തിന് ബലം നൽകുന്ന ഉദ്ധരണിയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വൽ മാസത്തിലെ 12-നാണ് എന്നുള്ളത്. അപ്പൊ 2 അഭിപ്രായങ്ങളാണ് ഇതിൽ
കൂടുതൽ പ്രബലമായത്. ഒന്ന് 12-നാണ് എന്നുള്ളതും അതുപോലെ തന്നെ റബീഉൽ അവ്വൽ 8-നാണ് എന്നുള്ളതും. അല്ലാഹു അഅലം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏത് ദിവസമായാലും ആ ഒരു ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം നടന്നു എന്ന കാരണത്താൽ പ്രത്യേകമായ ഒരു ഇബാദത്തുകൾ, ആഘോഷങ്ങൾ ഒന്നും തന്നെ ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. എന്തൊഴികെ എല്ലാ തിങ്കളാഴ്ചയും നോമ്പ്, സുന്നത്ത് നോമ്പ് ശറഅാക്കപ്പെട്ടു എന്നുള്ളതൊഴികെ. അതെല്ലാ ആഴ്ചയിലുമുള്ള കാര്യമാണ്. എന്നാൽ റബീഉൽ അവ്വൽ 12-ന് ഒരു പ്രത്യേക ഇബാദത്ത്, ഒരു പ്രത്യേക ആഘോഷം, ഒരു പ്രത്യേക കാര്യങ്ങൾ സംഘടിപ്പിക്കുക, ഇതൊന്നും തന്നെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. മറിച്ച് നബിദിനാഘോഷം എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ തന്നെ അത് 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം, സലഫുകളുടെ നൂറ്റാണ്ടുകൾക്ക് ശേഷം പിൽക്കാലത്ത് ഷീഇകളായിട്ടുള്ള ഫാത്തിമിയാക്കൾ എന്നറിയപ്പെടുന്ന ഉബൈദികളായിട്ടുള്ള റാഫിളിയാക്കൾ ഉണ്ടാക്കിയ പുത്തൻ ആചാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷം എന്നുള്ളത്. അദ്ദേഹം പറയുന്നു, ലാകിന്നമൽ മഷ്ഹൂറു സാനി അശ്രിഹി ഫീ യൗമിൽ ഇസ്നൈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് തിങ്കളാഴ്ച ദിവസത്തിലാണ്. അത് തർക്കമില്ലാത്ത കാര്യമാണ്, ഇജ്മാഉള്ള വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് തിങ്കളാഴ്ച ദിവസത്തിലാണ്. സഹീഹ് മുസ്ലിമിൽ ഹദീസ് വന്നിട്ടുണ്ട്. അബൂ ഖതാദ അൽ-അൻസാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഇല അൻ സൗമി യൗമിൽ ഇസ്നൈൻ. തിങ്കളാഴ്ച നോമ്പിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, ദാക യൗമുൻ വുലിദ്തു ഫീ, അന്നേ ദിവസമാണ് ഞാൻ ജനിച്ചത്. വയൗമുൻ ബുഇസ്തു ഔ ഉൻസില അലയ്യ ഫീ, അന്നേ ദിവസമാണ് എനിക്ക് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്, അഥവാ ഞാൻ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടതും ആ ഒരു തിങ്കളാഴ്ച ദിവസത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യൗമുൽ ഇസ്നൈനാണ് എന്ന വിഷയത്തിൽ തർക്കമില്ല. ആ തിങ്കളാഴ്ച ദിവസം തന്നെയാണ് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയതും അതുപോലെ തന്നെ മദീനയിലേക്ക് എത്തിയതും തിങ്കളാഴ്ചയാണ്. അതുപോലെ തന്നെ അതേ തിങ്കളാഴ്ചയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതും നമ്മൾ മനസ്സിലാക്കുക. ഫി യൗമിൽ ഇസ്നൈനി തുലൂഅ ഫജ്ർ, തിങ്കളാഴ്ച ദിവസത്തിൽ ഫജ്ർ ഉദിക്കുന്ന സന്ദർഭത്തിൽ, പ്രഭാതം ഉദിക്കുന്ന സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എന്നാണ്, അഥവാ രാവിലെ സമയത്ത്. ഇതാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായമായി കാണുന്നത്. എന്നാലും ഇന്നതാണ് ശരിയായ സമയമെന്നറിയിക്കുന്ന സ്ഥിരപ്പെട്ട ഒരു രേഖയും ഉദ്ധരണിയും വന്നിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വവാഫഖൽ 20 മിൻ നൈസാന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം അത് നൈസാനിന്റെ 20 യോജിക്കുന്നു. നൈസാൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ അടിസ്ഥാനപ്പെടുത്തി മാസങ്ങൾ കണക്കാക്കുമ്പോൾ അതിലെ 4ാമത്തെ മാസത്തിനാണ് നൈസാൻ എന്ന് പറയുക. ഏപ്രിൽ എന്ന് പറയുന്ന ആ മാസത്തിനാണ് നൈസാൻ എന്ന് പറയുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം റബീഉൽ അവ്വൽ 12 അല്ലെങ്കിൽ റബീഉൽ അവ്വൽ മാസത്തിലെ ആ ഒരു ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം അത് സൂര്യൻ അടിസ്ഥാനപ്പെടുത്തി കണക്കാക്കുന്ന മാസങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് യോജിച്ചു വരുന്നത് 4ാമത്തെ മാസമായ നൈസാനിലെ 20ാമത്തെ ദിവസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എന്നാണ്. അല്ലാഹു അഅലം. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വഖബ്ലഹു ഹൈനു അബീഹി ഹാന, അതിനു മുമ്പ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിന്റെ ഹൈന് സംഭവിച്ചു. ഹൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ ഹലാക്, നാശം, മരണം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ ഉപ്പ മരണപ്പെട്ടു എന്നാണ് അദ്ദേഹം ഈ വരിയിൽ പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ഈ കവിതയിൽ നുബുവത്തിന് മുമ്പ് സംഭവിച്ച 11ഓളം കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ 2ാമത്തെ കാര്യം ഈ കാര്യമാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിന്റെ മരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ പേരെന്താണ്? അബ്ദുല്ലാഹ് ഇബ്നു അബ്ദുൽ മുത്തലിബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് അബ്ദുല്ലാഹ് മരണപ്പെടുന്നത്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉമ്മ ആമിനയുടെ വയറിൽ ഗർഭമായിരിക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് മരണപ്പെടുന്നത്. ഇതാണ് പണ്ഡിതാഭിപ്രായങ്ങളിൽ ഏറ്റവും ശരിയായിട്ടുള്ളത്. അദ്ദേഹം മരണപ്പെടുന്നത് മദീനയിൽ വെച്ചാണ്. ഷാമിലേക്കുള്ള കച്ചവട യാത്രയിൽ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹം രോഗിയാവുകയും അതിനെ തുടർന്ന് മദീനയിൽ വെച്ച് മരണപ്പെടുകയും ആ മദീനയിൽ തന്നെ മറമാടപ്പെടുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം 25 വയസ്സാണ് എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ പറയപ്പെട്ടിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യതീമായി കൊണ്ടാണ് ജനിക്കുന്നത്. അല്ലാഹു പറഞ്ഞില്ല, അലം യജിദ്ക യതീമൻ ഫആവ. അല്ലാഹു താങ്കളെ യതീമായി കണ്ടെത്തുകയും അങ്ങനെ എല്ലാ നിലക്കുള്ള സംരക്ഷണവും അഭയവും സഹായവും അല്ലാഹു താങ്കൾക്ക് നൽകുകയും ചെയ്തില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ദുഹയിൽ പറയുന്നുണ്ട്. പണ്ഡിതന്മാർ പറയുന്നു, അനാഥത്വത്തിന്റെ ഏറ്റവും കടുത്ത ഒരു അവസ്ഥയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചിട്ടുള്ളത്. അഥവാ ജനിക്കുന്നതിന് മുമ്പ് തന്നെ പിതാവ് മരണപ്പെട്ടു പോവുക. ആ നിലക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച നാടേതാണ്? മക്കയിലാണ് അവിടുന്ന് ജനിക്കുന്നത്. മക്ക എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഭൂമിയിലെ സ്ഥലങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടമുള്ള ഭൂമി, ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് മക്ക എന്നുള്ളത്. ഭൂമിയിലെ സ്ഥലങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലമാണ് മക്ക എന്നുള്ളത്. അവിടെയാണ് അല്ലാഹുവിന്റെ ബൈത്തുല്ലാഹിൽ ഹറാം സ്ഥിതി ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ആ നാട്ടുകാർ പുറത്താക്കിയ സന്ദർഭത്തിൽ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് മക്കയെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, വല്ലാഹി ഇന്നകി ലഖൈറു അർളില്ല. അല്ലാഹുവിന്റെ ഭൂമിയിൽ വെച്ച് ഏറ്റവും ഖൈറായ സ്ഥലമാണ്, ഭൂമിയാണ് നീ. വഅഹബ്ബു അർളില്ലാഹി ഇലല്ലാഹ്. അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണ് നീ. വലൗല അന്നി ഉഖ്രിജ്തു മിൻകി മാ ഖറജ്തു. ഞാൻ ഈ സ്ഥലത്തു നിന്നും പുറത്താക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഈ സ്ഥലം ഉപേക്ഷിച്ച് ഞാൻ പോകുമായിരുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. അവിടുത്തേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമായിരുന്നു മക്ക എന്ന സ്ഥലം. ഇനി സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായി നിയോഗിക്കപ്പെട്ട ആ അറബികളുടെ, ആ ജനതയുടെ അവസ്ഥ എന്തായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് കടന്നു വരുമ്പോൾ, പ്രവാചകനായി കടന്നു വരുമ്പോഴുള്ള അവരുടെ സ്ഥിതി എന്തായിരുന്നു? അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ വഇൻ കാനൂ മിൻ ഖബ്ലു ഫീ ളലാലിൻ മുബീൻ. വ്യക്തമായ വഴികേടിലായിരുന്നു ആ ഒരു ജനത ഉണ്ടായിരുന്നത്. അവരുടെ വഴികേടിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ശിർക്കാണ്, കുഫ്റാണ്. അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് നൽകുക, കല്ലുകൾക്കും മരങ്ങൾക്കും ബിംബങ്ങൾക്കും പ്രതിമകൾക്കും അമ്പിയാക്കൾക്കും സാലിഹീങ്ങൾക്കും അവർ ആരാധനകൾ, ഇബാദത്തുകൾ ചെയ്തിരുന്നു. അവരോട് ദുആ ചെയ്തിരുന്നു. അവർക്ക് വേണ്ടി നേർച്ചകൾ അർപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് കഅബന്റെ ഉള്ളിൽ വരെ ബിംബങ്ങൾ കാണപ്പെട്ടിരുന്നു എന്നാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഈ പ്രവാചകന്മാരുടെയൊക്കെ പ്രതിമകൾ കഅബയുടെ ഉള്ളിൽ കാണപ്പെട്ടിരുന്നു എന്നാണ്. അതുപോലെ തന്നെ അവരുടെ ളലാലത്തിൽപ്പെട്ട കാര്യമാണ് മദ്യപാനത്തിൽ മുങ്ങിക്കുളിച്ച ഒരു ജനതയാണ്. അതുപോലെ തന്നെ ചൂതാട്ടം, വ്യഭിചാരം, പലിശ, വൃത്തികേടുകൾ, മ്ലേച്ഛതകൾ, ഇങ്ങനെയുള്ള തിന്മകളിൽ മുങ്ങിക്കുളിച്ച ഒരു സമൂഹമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ട ആ ഒരു ജനത. അതുപോലെ തന്നെ സ്ത്രീകളുടെ അഴിഞ്ഞാട്ടം, കൊലപാതകം, എന്തിനും ഏതിനും ചെറിയ ചെറിയ നിസാരമായ കാര്യങ്ങൾക്ക് പോലും ദിവസങ്ങളോളം, ആഴ്ചകളോളം, മാസങ്ങളോളം യുദ്ധത്തിലേർപ്പെട്ടിരുന്ന ഒരു ജനതയായിരുന്നു ജാഹിലിയത്തിലെ ജനത. അതുപോലെ തന്നെ ദാരിദ്ര്യം ഭയന്ന് പിഞ്ചുമക്കളെ കൊല്ലുന്ന സ്വഭാവം അവരിൽ എല്ലാ അറബികളിലും ഉണ്ടായിരുന്നില്ല. എന്നാൽ അറബികളിൽ ചില ഗോത്രങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു. പ്രത്യേകിച്ച് പെൺകുട്ടികൾ അവർ കുഴിച്ചു മൂടുന്നൊരു സ്വഭാവം അവർക്കുണ്ടായിരുന്നു, അപമാന ഭയത്താൽ. ഇങ്ങനെയുള്ള ഒരു ളലാലത്തിൽ പല നിലക്കുമുള്ള വഴികേടുകളിൽ മുങ്ങിക്കുളിച്ച ആ ഒരു ജനതയിലാണ്, അവരിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായി, നബിയായി നിയോഗിക്കുന്നത്. അല്ലാഹു പറഞ്ഞതുപോലെ ദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി, അല്ലാഹുവിന്റെ അനുമതി പ്രകാരം അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന പ്രബോധകനായിക്കൊണ്ട്,
വസിറാജൻ മുനീറ, ആ ഇരുട്ടിൽ അന്ധകാരത്തിൽ കഴിയുന്ന ആ ഒരു ജനതക്ക് ഹിദായത്തിന്റെ വെളിച്ചം കാണിച്ചു കൊടുക്കുന്ന, ആ ഒരു പ്രകാശിക്കുന്ന വെളിച്ചമായിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കുകയാണ്. അവരിലേക്ക് വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ദഅവത്ത് ചെയ്ത വിഷയം എന്താണ്? മദ്യപാനം നിർത്തണം, വ്യഭിചരിക്കരുത്, പലിശ ഹറാമാണ്, ഈ വക കാര്യങ്ങളാണോ? ഒരിക്കലും അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ അറബികളിലേക്ക് വന്നുകൊണ്ട് ആദ്യം ചെയ്ത ദഅവത്ത് എന്താണ്? തൗഹീദിലേക്കുള്ള ദഅവയാണ്. ഇബാദത്തുകൾ അല്ലാഹുവിന് മാത്രമാക്കണം എന്ന തൗഹീദിലേക്കാണ് ആളുകളെ ആദ്യമായി ക്ഷണിച്ചത്. അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം, എങ്കിൽ നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുമെന്ന്. അതിന്റെ പേരിലാണ് തുടക്കം മുതൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല ഉപദ്രവങ്ങളും മർദ്ദനങ്ങളും പീഡനങ്ങളും ഏൽക്കേണ്ടി വന്നിട്ടുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയുന്നുണ്ട്, ഇന്നമാ നസല അവ്വല മാ നസല മിൻഹു സൂറത്തുൻ മിനൽ മുഫസ്സൽ ഫീഹാ ദിക്റുൽ ജന്നതി വന്നാർ. ഖുർആനിൽ ആദ്യം അവതരിപ്പിക്കപ്പെട്ട സൂറത്ത് മുഫസ്സലായ ഭാഗത്തിൽ നിന്നുള്ള ഒരു സൂറത്താണ്. അതിലെന്തുണ്ട്? സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചുമുള്ള പരാമർശങ്ങളുണ്ട്. അഥവാ പരലോകത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളാണ് അതിലുള്ളത്. അള്ളാഹുവിനെ അനുസരിക്കുന്ന ആളുകൾക്ക് ജന്നത്തുണ്ട്, അള്ളാഹുവിനെ ധിക്കരിച്ച് വഴികേടിൽ പോകുന്ന ആളുകൾക്ക് നരകം കൊണ്ട് താക്കീത് നൽകുന്ന സൂറത്തുകളാണ് ആദ്യം ഖുർആനിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എന്നിട്ട് അവർ പറയുന്നു, വലൗ നസല അവ്വല ഷൈഇൻ, ആദ്യം വിശുദ്ധ ഖുർആനിൽ അവതരിപ്പിക്കപ്പെട്ടത് ഈ കാര്യമായിരുന്നുവെങ്കിൽ, ലാ തശ്റബുൽ ഖംർ, നിങ്ങൾ മദ്യപിക്കരുത് എന്നായിരുന്നു പറഞ്ഞതെങ്കിൽ, ആ ജനത എന്തു പറയുമായിരുന്നു? നമുക്കൊരിക്കലും മദ്യപാനം ഒഴിവാക്കാൻ സാധിക്കുകയില്ല. വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയതിരുന്നെങ്കിൽ അവർ പറയുമായിരുന്നു, ലാ നദഉ സിന അബദൻ, നമ്മൾ ഒരിക്കലും വ്യഭിചാരം ഒഴിവാക്കൂല. കാരണം അത്രയും അതിൽ മുങ്ങിക്കുളിച്ച് അതിൽ അഭിരമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജനതയായിരുന്നു അവർ. അവരിലേക്ക് വന്നുകൊണ്ട് ആദ്യം പരലോകത്തെയാണ് ഹൃദയത്തിൽ, പരലോക വിശ്വാസം, അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസമാണ് ഹൃദയത്തിൽ അവർക്ക് ആദ്യം ഇട്ടുകൊടുത്തിട്ടുള്ളത്. അതിനുശേഷമാണ് പിന്നീട് നോക്കൂ 13ഓളം വർഷം ദഅവ ചെയ്തിട്ടുള്ളത് തൗഹീദിലേക്കാണ്. പിന്നീടാണ് ഹിജ്റ പോകുന്നതും മദീനയിലേക്ക് എത്തി അവിടെ നിന്നാണ് പല പല ദീനിന്റെ അഹ്കാമുകൾ, മതവിധികൾ, മദനിയായ സൂറത്തുകളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ മക്കിയായ സൂറത്തുകളിൽ എന്താണുള്ളത്? സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും തൗഹീദിനെ കുറിച്ചും ശിർക്കിനെതിരെയുള്ള താക്കീതും ഒക്കെയാണ് മക്കിയായ സൂറത്തുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ അതാണ് ഈ ലോകത്ത് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരുടെയും ദഅവത്ത്. ആ അമ്പിയാക്കളും മുർസലീങ്ങളും അവരുടെ ജനതയെ ഒന്നാമതായി ക്ഷണിച്ചിട്ടുള്ളതും അവരുടെ ദഅവത്തിന്റെ സിംഹഭാഗവും എന്തിലായിരുന്നു? എന്തിനു വേണ്ടിയായിരുന്നു? തൗഹീദിനു വേണ്ടിയായിരുന്നു. ആ ഒരു മൻഹജ് പിൻപറ്റിക്കൊണ്ടായിരിക്കണം മുഅ്മിനീങ്ങളും ഈ ദഅവത്തിന്റെ മാർഗത്തിൽ സഞ്ചരിക്കേണ്ടത്. ആദ്യം ക്ഷണിക്കേണ്ടത് തൗഹീദ്, അവന്റെ പരലോകത്തെ രക്ഷപ്പെടുക, മരണാനന്തര ജീവിതം അവൻ രക്ഷപ്പെടാൻ കാരണമാകുന്ന കാര്യം ആദ്യം പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത്, ഈ നിലക്ക് തൗഹീദ് പറഞ്ഞുകൊണ്ട് തുടങ്ങാത്ത എല്ലാ ദഅവത്തും, തൗഹീദ് പറയാതെ ദഅവത്ത് ചെയ്യുന്ന എല്ലാ കക്ഷികളുടെ ദഅവത്തും ബാത്തിലായ ദഅവത്താണ് എന്നാണ്. അതൊന്നും ശരിയായ നിലക്കുള്ള ദഅവത്തല്ല, അമ്പിയാക്കളുടെ മാർഗത്തിലുള്ള ദഅവത്തിന്റെ രീതിയല്ലാതെ. നിങ്ങൾ ഖുർആനിൽ വായിച്ചിട്ടില്ല ആയത്തുകൾ, വഇലാ സമൂദ അഖാഹും സാലിഹ ഫഖാല യാ ഖൗമി ഇഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു വഇലാ ആദിൻ അഖാഹും ഹൂദ. ആദ് ഗോത്രത്തിലേക്ക്, ആദ് സമുദായത്തിലേക്ക് ഹൂദ് നബി വന്നു. ആദ്യം പറഞ്ഞത് എന്താണ്? യാ ഖൗമി ഇഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, എന്റെ സമുദായമേ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യണം, അവനല്ലാതെ നിങ്ങൾക്കൊരു ഇലാഹില്ല. എന്നിട്ടാണ് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ആദ്യം ജനതയെ ദഅവത്ത് ചെയ്യേണ്ടത്, അവരുടെ ഹൃദയത്തിൽ ഊട്ടി ഉറപ്പിക്കേണ്ടത്, ശക്തിപ്പെടുത്തേണ്ടത് തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്നത് ഈ ഒരു സന്ദർഭത്തിൽ വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കുക. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ട്, രണ്ടാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിന്റെ മരണം. ശേഷം അദ്ദേഹം പറയുന്നു, വബഅദ ആമൈനി ഗദാ ഫതീമ ജാഅത് ബിഹി മുർളിഉഹു സലീമ ഹലീമത്തുൻ ലിഉമ്മിഹി വആദത്
ബിഹി ലിഅഹ്ലിഹാ കമാ അറാദത്. ഈ രണ്ട് വരികളിൽ ഇബ്നു അബിൽ ഇസ് റഹിമഹുല്ലാഹ് പറയുന്ന കാര്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മുലകുടി പ്രായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ രണ്ട് വരികളിൽ അദ്ദേഹം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇബ്നു അബിൽ ഇസ് റഹിമഹുല്ലാഹ് പറയുന്നു, വബഅദ ആമൈൻ, 2 വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച് 2 വർഷങ്ങൾക്ക് ശേഷം, ഗദ ഫതീമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫതീമായി മാറി. ഫതീം എന്ന് പറഞ്ഞാൽ മുലകുടി അവസാനിപ്പിച്ച കുട്ടിക്കാണ് ഫതീം എന്ന് പറയുക. 2 വർഷത്തിന് ശേഷം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫതീമായി മാറി. ജാഅത് ബിഹി മുർളിഉഹു, അദ്ദേഹത്തെയും കൂട്ടി വന്നു. മുർളിഉഹു, മുർളി എന്ന് പറഞ്ഞാൽ മുല കൊടുക്കുന്ന സ്ത്രീ. ആ സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൊണ്ടുവന്നു. എവിടേക്ക്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ അടുക്കിലേക്ക്. മക്കയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുള്ളത്. ഉമ്മയുടെ അടുക്കിലേക്ക് വന്നു. ഇതിൽ അദ്ദേഹം പറയുന്നത് ജാഅത് ബിഹി മുർളിഉഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുലകുടി പ്രായം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെയും കൂട്ടി അദ്ദേഹത്തിന് മുല കൊടുത്ത സ്ത്രീ, അതാരാണ് ശേഷം വരുന്നുണ്ട്? ഹലീമയാണ്. അവർ വന്നു ഉമ്മയുടെ അടുത്തേക്ക്, മക്കയിലേക്ക് വന്നു. സലീമ, ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണ ആരോഗ്യവാനായിരുന്നു. ഒരു രോഗവുമില്ലാതെ സുരക്ഷിതനായ നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂട്ടി ഉമ്മയുടെ അടുത്തേക്ക് വന്നു. ആരാണ് വന്നത്? ഹലീമത്തുൻ, ഹലീമ ബിൻത് അബി ദുഐബ് എന്നാണ് അവരുടെ പേര്. അസ്സഅദിയ, ബനു സഅദ് ബിൻ ബക്കർ എന്ന ഗോത്രത്തിലാണ് അവർ. അതുകൊണ്ടാണ് അസ്സഅദിയ എന്നറിയപ്പെടുന്നത്. ഹലീമ അസ്സഅദിയ. ആ ഗോത്രം ഉണ്ടായിരുന്നത് ത്വായിഫിലാണ്. അവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് കാലം മുല കൊടുത്തിരുന്നത്. വആദത്, അങ്ങനെ ഹലീമ നബിയെയും കൂട്ടി ഉമ്മയുടെ അടുത്തേക്ക് വന്നു. വആദത് ബിഹി, എന്നിട്ട് മടങ്ങിപ്പോയി നബിയെയും കൂട്ടിയിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലിഅഹ്ലിഹ, അവരുടെ കുടുംബത്തിലേക്ക് തന്നെ, അഥവാ തായിഫിലേക്ക് തന്നെ മടങ്ങിപ്പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടിക്കൊണ്ട്. കമാ അറാദത്, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടി തിരിച്ചു പോകാൻ അവർ അങ്ങേയറ്റം ആഗ്രഹിച്ചിരുന്നു. ഹലീമ ആഗ്രഹിച്ചിരുന്നു. കാരണം എന്താണ്? ഹലീമ റളിയല്ലാഹു അൻഹ അവരുടെ ജീവിതത്തിൽ ആ ഒരു സന്ദർഭങ്ങളിൽ പല അത്ഭുത സംഭവങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അന്ന് വരെ ഇല്ലാത്ത പല പല നന്മകളും ബറക്കത്തുകളും അവരുടെ ജീവിതത്തിൽ കടന്നു വരാൻ തുടങ്ങി. ഹലീമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റെടുക്കാൻ വേണ്ടി വരുന്ന ആ ഒരു സംഭവം ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. ബനു സഅദ് എന്ന ഗോത്രത്തിൽ നിന്ന് പല ആളുകളും മക്കയിലേക്ക് കുട്ടികളെ ഏറ്റെടുക്കാൻ വേണ്ടി വന്നു. അവർ ഒരാളായിരുന്നു ഹലീമ. കൂടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം വളരെ വേഗത്തിൽ അവരുടെ വാഹനമൃഗത്തിൽ സഞ്ചരിച്ച് മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ഇവർക്ക് അവരുടെ വാഹനമൃഗം പെട്ടെന്ന് വേഗത്തിൽ സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മൃഗമായിരുന്നില്ല. അങ്ങനെ മക്കയിലേക്ക് എത്തിയപ്പോൾ മുന്നേ എത്തിയ ആളുകളെല്ലാം അവർക്ക് ഇഷ്ടമുള്ള കുട്ടികളെ ഏറ്റെടുത്തു കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ളത് യതീമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മറ്റുള്ള സ്ത്രീകൾ ആരും തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റെടുക്കാൻ തയ്യാറായില്ല. കാരണം എന്താണ്? യതീമായതുകൊണ്ടാണ്. ഈ കുട്ടി ഏറ്റെടുത്ത് മുല കൊടുത്തു കഴിഞ്ഞാൽ വാപ്പയാണല്ലോ അതിന്റെ തുക തരേണ്ടത്, അതിന്റെ പകരമായുള്ള പണം തരേണ്ടത് വാപ്പയാണ്. പിതാവില്ലാത്ത ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് വേണ്ടി പിന്നെ ആരാണ് നമുക്ക് ചെലവ് തരിക എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റെടുക്കാൻ തയ്യാറായില്ല. അങ്ങനെ ആരെയും കിട്ടിയില്ല. ഹലീമ റളിയല്ലാഹു അൻഹക്ക് ആരെയും കിട്ടിയില്ല. അവർ മടങ്ങിപ്പോകാൻ നേരത്ത് ഹലീമയുടെ ഭർത്താവായിട്ടുള്ള അൽ ഹാരിസ് ഇബ്നു അബ്ദുൽ ഉസ്സ, അബൂ കബ്ഷ എന്നാണ് അദ്ദേഹത്തിന്റെ കുനിയത്ത്, അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഈ യതീമായ കുട്ടിയെ സ്വീകരിക്കുകയാണ്. ഒരു കുട്ടിയെയും കൂട്ടാതെ നാട്ടിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളത് പ്രയാസമാണ്, അതുകൊണ്ട് ഇവരെ ഞാൻ സ്വീകരിക്കുകയാണെന്ന് പറഞ്ഞു. ഭർത്താവ് പറഞ്ഞു, എടുത്തോളൂ, അള്ളാഹു ആ കുട്ടിയിലൂടെ വല്ല ബറക്കത്തും നമ്മുടെ ജീവിതത്തിൽ നൽകിയേക്കാം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റെടുക്കുകയും ഹലീമ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എടുത്ത് മാറിലേക്ക് ചേർത്ത് വെച്ച സമയത്ത് തന്നെ മുമ്പില്ലാത്ത രീതിയിലുള്ള മുലപ്പാൽ നിറഞ്ഞ് അധികമായി വരികയാണ്. മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നില്ല. പാല് കുറഞ്ഞ സ്ത്രീയായിരുന്നു.
ഭർത്താവ് ഒട്ടകത്തെ കറന്നു നോക്കുമ്പോൾ പാല് ഇല്ലാതിരുന്ന ആ ഒരു മൃഗം അതിൽ നിന്ന് ഒരുപാട് പാല് കറന്നെടുക്കാൻ രൂപത്തിൽ സമൃദ്ധമായ നിലക്ക് പാല് ലഭിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ഭർത്താവ് പറഞ്ഞു, ബറക്കത്തുള്ള ഒരു ആത്മാവിനെയാണ് നീ ഏറ്റെടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞു. അങ്ങനെ ശേഷം അവരുടെ നാട്ടിലേക്ക് പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുല കൊടുക്കുന്ന ആ ഒരു കാലഘട്ടങ്ങളിൽ പല പല ഖൈറുകളും ബറക്കത്തുകളും അവർക്ക് ലഭിച്ചു എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ച് ഉമ്മയുടെ അടുക്കൽ ഏൽപ്പിച്ച സന്ദർഭത്തിൽ വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ച് നാട്ടിലേക്ക് തന്നെ കൊണ്ടുപോകാൻ അവർ ആഗ്രഹിച്ചിരുന്നു. കൊണ്ടുവന്നത് എന്തിനാണ്? ആദ്യം കരാറാക്കിയ സമയം അവസാനിച്ചു, ഉമ്മയുടെ അടുത്ത് തിരിച്ചേൽപ്പിനാണ് കൊണ്ടുവന്നത്. പക്ഷെ ഹലീമയുടെ ആഗ്രഹം വീണ്ടും നാട്ടിലേക്ക് തന്നെ നബിയെ കൊണ്ടുപോകാനായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പ്രകടിപ്പിച്ചു, ആമിനയോടത് ആവശ്യപ്പെട്ടു. കുറച്ചു കാലം കൂടി മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ അടുക്കിലേക്ക് ഒന്ന് വിട്ടയക്കണം. പല കാര്യങ്ങളും പറഞ്ഞു എന്നാണ്. മക്കയിൽ ഒരുപാട് രോഗം വ്യാപിക്കുകയാണ്, അതുകൊണ്ട് കുട്ടിയുടെ ആരോഗ്യം നമ്മൾ സംരക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആമിനയെ തൃപ്തിപ്പെടുത്താൻ നോക്കി. അവസാനം ആമിന നബിയുടെ ഉമ്മ അവരുടെ ആവശ്യത്തിന് സമ്മതം മൂളുകയാണ്. അവർക്ക് വേണ്ടി കുറച്ചു കാലം കൂടി വിട്ടുകൊടുക്കുകയാണ്. അതാണ് ഇവിടെ മുഅല്ലിഫ് ഇബ്നു അബിൽ ഇസ് റഹിമഹുല്ലാഹി കവിതയിൽ പറയുന്നത്, വആദത് ബിഹി ലി അഹ്ലിഹാ, കൊണ്ടുവന്നു വീണ്ടും നബിയെയും കൂട്ടി ഹലീമയുടെ കുടുംബത്തിലേക്ക് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചുപോയി എന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുല കൊടുത്ത സ്ത്രീകൾ ഒരാരൊക്കെയായിരുന്നു? ഒന്നാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ ആമിനയാണ്. ആമിന ബിൻത് വഹബ് എന്നാണ് അവരുടെ പേര്. കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുലയൂട്ടിയിരുന്നത്. രണ്ടാമത്തത് ആമിനക്ക് ശേഷം സുവൈബ എന്ന സ്ത്രീയാണ്. അബൂലഹബിന്റെ അടിമ സ്ത്രീയാണ് ആര്? സുവൈബ. അവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുറച്ചു കാലം മുല കൊടുത്തിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അർളഅത്നി സുവൈബ, സുവൈബ എന്നെ മുലയൂട്ടിയിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസുകളിൽ കാണാൻ സാധിക്കും. മൂന്നാമത്തെ സ്ത്രീ ഹലീമയാണ്, ഹലീമ ബിൻത് അബി ദുഐബ അസ്സഅദിയ്യ. അവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് കാലം മുല കൊടുത്തിട്ടുള്ളത്. അവരുടെ ഭർത്താവിന്റെ പേര് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അൽ ഹാരിസ് ഇബ്നു അബ്ദുൽ ഉസ്സ, അബൂ കബ്ഷ എന്നാണ് അദ്ദേഹത്തിന്റെ കുനിയത്ത്. അവരാരാകും അപ്പോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുലകുടി ബന്ധത്തിലുള്ള ഉപ്പയായി മാറും. ഹലീമ റളിയല്ലാഹു അൻഹ, അവരുടെ ഇസ്ലാം സ്വീകരണത്തിന്റെ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം അവർ മുസ്ലിമായിട്ടുണ്ട്, ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. അവർ മാത്രമല്ല, അവരുടെ ഭർത്താവ് ഹാരിസ് ഇബ്നു അബ്ദുൽ ഉസ്സ എന്ന് പറയുന്ന വ്യക്തിയും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് സഹാബികളെ കുറിച്ച് മാത്രം എണ്ണി പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്, അൽ ഇസാബ എന്ന് പറയുന്ന ഒരു വലിയ ഗ്രന്ഥം. അതിൽ ആരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? ഹലീമ റളിയല്ലാഹു അൻഹയെ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ഉൾപ്പെടുത്തി പറഞ്ഞതായി കാണുവാൻ സാധിക്കും. അവർ രണ്ടുപേരും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കൂടുതൽ ശരിയായ അഭിപ്രായം. ഇതാണ് നുബുവത്തിന് മുമ്പുള്ള മൂന്നാമത്തെ സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുലകൊടിയുമായി ബന്ധപ്പെട്ട വിഷയം. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം നമുക്ക് അടുത്ത മജ്ലിസിൽ സംസാരിക്കാവുന്നതാണ്. വഹദാ വല്ലാഹു തആല അലം. സല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.